ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജിനോ പ്രറ്റി. വെൽക്കം ബാക്ക് ടു ജിനോ പ്രറ്റി ഹോം യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഞങ്ങളിവിടെ ഡിന്നറിനുണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിഷാണ് കാണിക്കുന്നത്. ഇതിപ്പം ഞാൻ കാണിക്കുന്നത് നാളത്തേക്കുള്ള പച്ചക്കറി അരിഞ്ഞു വെച്ചതാണ്. സവാള, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നാളെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കുക്ക് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുണ്ടായിരിക്കും. രാവിലെ എഴുന്നേറ്റ് അരിഞ്ഞ് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ തലേദിവസം റെഡിയാക്കി വെക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഒരു രാജ്മ ദാൾ കറിയും ജീരകശാല അരി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ചോറുമാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഈ ദാൾ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു 9-10 വിസിൽ വിട്ട് വേവിച്ച് വെക്കണം. പിന്നെ ഇതുപോലെ ഒരു 5-6 തക്കാളിക്ക എടുത്ത് 4ആയിട്ട് പിളർന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. നന്നായി വെന്ത് കഴിയുമ്പോൾ അത് ആറി കഴിയുമ്പോൾ അതിങ്ങനെ അരച്ച് വെക്കണം. പിന്നെ ഇതിൻ്റെ അകത്തോട്ട്, ഈ കറിക്കകത്തോട്ട് സവാള, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതലിരുന്നോട്ടെ, ഇഞ്ചി ചെറിയൊരു പീസ് മതി, കുറച്ച് ജീരകം, ഇത്രയും എടുത്ത് നമ്മൾ ഒന്നുകിൽ ഒരു ചോപ്പറിലിട്ട് 2 അടി അടിക്കുക, അതല്ലെങ്കിൽ ചെറുതായിട്ട് കുനുകുനാന്ന് നുറുക്കിയെടുക്കുക. ഇതിത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ചോറുണ്ടാക്കാൻ വളരെ ഈസി ആയിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. ഒട്ടും നമുക്ക് ടൈം വേസ്റ്റ് ആകത്തില്ല. നമ്മൾ ആ പയറും ഒന്ന് വേവിച്ച് വെച്ച്, തക്കാളിക്കായും ഒന്ന് വേവിച്ച് വെച്ച്, ചോറും ഒന്ന് വേവിച്ച് വെച്ചാൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വന്നിട്ട് ഓൾ ഓവർ ദ വേൾഡ് എല്ലാവരും കഴിക്കുന്ന, എവിടെ ചെന്നാലും നമുക്ക് കിട്ടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ആദ്യം ഇതുപോലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഊറ്റുക. അതിലോട്ട് കുറച്ച് ജീരകം, ഇച്ചിരി ജീരകം കൂടെ ഇരുന്നോട്ട് ഒന്നും കുഴപ്പമില്ല. കുറച്ച് ജീരകം ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ട് വറന്നു വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ്, ഈ ചോറ് എങ്ങനെയാണ് വേവിക്കേണ്ടതെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിച്ച് വെക്കണം. വെന്ത് കുക്കറിൻ്റെ വിസിൽ പോയി കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം വെച്ച് വേവിക്കുമ്പോൾ ഉപ്പിട്ട് നമ്മൾ വേവിക്കണം. ഈ ചോറിന് ഉപ്പിട്ട് വേവിച്ചിട്ട് തുറന്ന് വെച്ച് അതിൻ്റെ വിസിൽ പോയി കഴിയുമ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് കട്ട കെട്ടാതെ കുഴയാതെ ചോറ് കിട്ടും. ചോറ് ഇങ്ങനെ തന്നെ ഇരിക്കണം, കുഴയാതെ കിട്ടണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഒരു പിടി മല്ലിയില, നന്നായിട്ട് ഒരു ഇച്ചിരി കൂടുതലിരുന്നോട്ടെ, മല്ലിയില ചെറുതായിട്ട് നുറുക്കിയത്, നമ്മൾ ഓൾറെഡി ഉപ്പിട്ട ചോറാണ്. മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കുക, ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ ആ നെയ്യും മല്ലിയിലയും ജീരകം നല്ല ഒരു സ്മെല്ലാണ് വരുന്നത്. അതായത് നല്ലൊരു സ്മെല്ല് വരും ഈ ചോറിന്. ആ നെയ്യുടെയും ജീരകത്തിൻ്റെയും മല്ലിയിലയുടെയും പിന്നെ ആ ചോറിൻ്റെ എല്ലാം ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ലാണ്. ഇത്രയേ ഉള്ളൂ. ചോറ് വളരെ ഈസിയാണ്. നമ്മളിങ്ങനെ ചോറ് വേവിച്ച് വെച്ചാൽ ഈ ചോറിൻ്റെ പരിപാടി തീർന്നു. ഇനി നമുക്ക് രാജ്മ ദാൾ കറി എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ഇത് ഹൈ പ്രോട്ടീൻ ഉള്ള ഒരു ദാളാണ്. ചൂടായ പാനിലേക്ക് ഞാനിവിടെ ഊറ്റിയിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. കടല എണ്ണയോ എന്ത് വേണേൽ നമുക്കെടുക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ഇടണം. കുറച്ച് കൂടുതലുണ്ടായിരിക്കും, അത്രയും എടുക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് ആ കറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകത്തുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ നുറുക്കി വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി നേരം വഴറ്റേണ്ട, ബ്രൗൺ കളറൊന്നും ആകണ്ട. ഇതിൽ 1.5 സവാള വന്നിട്ട് ഒരു 1.5-2 ചെറുത് മതി. ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് തക്കാളിക്ക നന്നായിട്ട് ബ്ലാൻഡ് ചെയ്തതാണ് വേണ്ടത്. ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെ എല്ലാം ഒരു റോ സ്മെല്ല് പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പയർ നന്നായിട്ട് വെന്തിരിക്കണം. ഇത് നന്നായിട്ട് ഒരു 10-12 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുക്കറിൽ നല്ലതായിട്ട് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇനി ഇതിൻ്റെ ഒരു സ്മെല്ലെല്ലാം ഒന്ന് മാറിപ്പോകുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ രാജ്മ ദാൾ വന്നിട്ട് 5-6-7-8 വിസിലേലും വിടണം. വിട്ടിട്ട് അത് വെന്തില്ലെങ്കിൽ പിന്നെയും നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കുക തന്നെ വേണം. ഇപ്പം ഞാൻ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമാണ് ഇടുന്നത്. ഞാൻ ദാൾ വേവിച്ച് വെച്ചപ്പം അതിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് നമ്മൾ ബ്ലാൻഡ് ചെയ്ത് വെച്ച തക്കാളിക്ക ഇപ്പോൾ ചേർക്കുവാണ്. തക്കാളിക്ക ഇച്ചിരി കൂടുതൽ, ഒരു 4-5 തക്കാളിക്ക എടുക്കുമ്പം
1.5 2 സവാള മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഉള്ളി ഇതിൽ കുറവായിരിക്കണം. തക്കാളിക്കായാണ് കുറച്ച് കൂടുതലായിട്ട് വേണ്ട. എന്നാലേ ഉള്ള ആ കറിയുടെ കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലേവറും ഇതെല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിലേക്ക് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന രാജ്മ ദാളാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. വേകാതെ ഒന്നും ഇരിക്കരുത്. നന്നായിട്ട് വേവിച്ചെടുത്ത് രാജ്മ ദാൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൽ ആ നെയ്യും ജീരകവും ഇപ്പോൾ തക്കാളിക്ക നന്നായിട്ട് അരച്ചതും പിന്നെ ഈ രാജ്മ ദാളും ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. കുറച്ച് നേരം അടച്ചു വെച്ച് തിളയ്ക്കാൻ വിട്ടതിന് ശേഷം ഇതേപോലെ മല്ലിയില ചെറുതായിട്ട് നുറുക്കി, കുറച്ച് കൂടുതൽ മല്ലിയില ഇതിനും ചേർക്കണം. മല്ലിയില ഇട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് നമുക്കതിൻ്റെ ചാറ് വറ്റിക്കണോ ആ ഒരു ഇതിലേക്ക് നമ്മൾ എടുത്തിട്ട്, ഒത്തിരി ചാറുള്ളത് നല്ലതല്ല, ചാറ് കുറച്ച് കുറഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് ബട്ടർ, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ബട്ടർ ചേർക്കുക. പിന്നെ നിങ്ങൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കാതെ ചിലർ ഇതിൽ നെയ്യൊഴിച്ച് കടുക് താളിച്ച് ഉണ്ടാക്കാറുണ്ട്. ഇത് അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡിയായി. രാജ്മ ചാവൽ, ഇതിന് നമ്മൾ രാജ്മ ചാവൽ എന്നാണ് പറയുന്നത്. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ ഡിഷ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ പറയുന്നു.